ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ബി യു എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് ഒച്ചത്തി എല്ല് ചെയ്യണേ എല്ല് ചെയ്യാം, വോട്ട് എവർ യു ആണ്. ആരും ജഡ്ജ് ചെയ്യാനോ ആരുടെയും കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. മറ്റേടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് സൊസൈറ്റിയുടേതായ കുറച്ച് റൂൾസും നോംസ് ഒക്കെ ഉണ്ട്. മുഖത്ത് തന്നെ കാണാൻ ഒരു കൊച്ചുകുട്ടിയുടെ കഴിച്ചുവിട്ട കോഴിനെ പോലെ കോഴിയാണോ? കൂടുതലും ഹീറ്റ് അകത്തോട്ട് കടത്തി വിടാത്ത ഗ്ലാസ്സുകളാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തേക്കുന്നത്. പെർഫോമൻസ് ഗ്ലാസ്സുകളാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? വലിയ ഒരു ഓപ്പൺ സ്പേസാണ് കൊടുത്തേക്കുന്നത്. ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വിൻഡോയിൽ നിന്ന് ഡയറക്റ്റ് ഒരു പാസ് ത്രൂ ക്രോസ് വെന്റിലേഷൻ അതെ നടക്കും കേട്ടോ. ആക്ച്വലി ഈ വീടിന്റെ ഒരു ഫേവറേറ്റ് സ്പേസ് ആണ്. എനിക്കും കർട്ടൻ മാറ്റുമ്പോഴാണ് അതിന്റെ മാജിക് കാണുന്നത്. തീർച്ചയായിട്ടും. ഏത് സ്വിച്ച് ആണോ? താഴോട്ടുള്ള നോക്കിക്കോ. ഇവിടുത്തെ ആംബിയൻസ് എൻ്റെ മാറാൻ പോകട്ടോ. അപ്പോൾ ഇച്ചിരി സൺ ലൈറ്റൊക്കെ ഇങ്ങനെ വന്നു അല്ലെ, അതിന്റെ പാച്ചൊക്കെ കാണാൻ തുടങ്ങി. അതെ, ഇപ്പൊ കുറച്ച് വെളിച്ചോ കുറഞ്ഞ ഒരു അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തുറന്നിട്ടാൽ മതി. പല പല ആംഗിളിൽ നോക്കുമ്പോൾ പല പല കളറ് ഗ്ലെയർ ചെയ്ത് ഹിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലേ? മൊത്തത്തിലൊരു കിളിപോയ വൈകിട്ടൊക്കെ കാഷ്വൽ ആയിട്ട് വന്നിരിക്കാനും ഒരു ഗ്യാതറിംഗ് സ്പേസ് ആയിട്ട് കൂടാതെ ഒരു സ്പോട്ടായിട്ട് നിങ്ങൾ കുടുംബക്കാർ എത്ര പേര് വന്നാലും വിഷയമില്ല. ഒരു വിഷയമില്ല. മനോഹരമായിട്ടുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. നമ്മൾ കോട്ടയം കഞ്ഞിക്കുഴിയിലാണ്. കഞ്ഞിക്കുഴിയിൽ എൻ്റെ പുറകിലൊരു വീട് കണ്ടോ? നല്ല ട്രോപ്പിക്കൽ ലെവലിലുള്ള ഒരു ഗംഭീര വീടാണ്. ഇപ്പോൾ ഒരുപാട് ഗ്രീനറിയും ഒരുപാട് ഇൻറ്റീരിയർ സ്പേസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ്. ലവ്ലീസ് കോട്ടയം എന്നാണ് ഈ വീടിൻ്റെ പേര്. അപ്പോൾ ഈ പേര് പോലെ തന്നെ വളരെ ലവ്ലി ആയിട്ടുള്ളൊരു വീടാണ്. നമസ്കാരം. നമസ്കാരം. യെസ്, ആർക്കിടെക്ട് സാദിഖ് അസ്മിൻ അല്ലേ? കപ്പിൾ ആർക്കിടെക്ട്സ് ആണ്. ഹോം മേക്ക് ഡിസൈൻ സ്റ്റുഡിയോ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അല്ലേ? അതെ അതെ. യെസ്, എവിടെയാണ് സ്ഥാപനം? നമുക്ക് വരുന്നത് മൂവാറ്റുപുഴയും പിന്നെ എറണാകുളത്താണ് പനമ്പള്ളിയാറ്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള രണ്ട് ആർക്കിടെക്ട്സ്. അപ്പോൾ നിങ്ങൾ ഇത് എത്രയായി പണിതിട്ട് ഈ വീട്? ഇതിപ്പോൾ ഒരു 6 months കഴിഞ്ഞു. ക്ലൈൻറ്റിൻ്റെ പേര് ജോർജ് എന്നാണ്. ജോർജ് ആൻഡ് ലവ്ലി മെയിൻ ആൾക്കാർ. ഒരു ചെറിയൊരു കുടുംബമാണല്ലേ? അതെ അതെ. ഈ വീടിനൊരു കഥയുണ്ട്. ഈ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്. അല്ലെ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം അല്ലേ? 6000 square feet ആണ് ഈ വീട് വരുന്നത്. 5 bedroom കൂടിയിട്ടുള്ള ഒരു ഗംഭീര വീടാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും ഉള്ളിൽ സ്പേസ് ഒക്കെ വരാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന്. അതെ, ആക്ച്വലി അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്ലാറ്റിലാണ്. അപ്പം നമ്മളായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു വളരെ സ്പേഷ്യസ് ആയിരിക്കണം, ഏറിയ ആയിരിക്കണം, ഒന്ന് റിലീഫായിട്ട് അതെ അതെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം. ക്ലൈന്റ് പറഞ്ഞത് ഇവിടെ ഇരുന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല വിശാലതയുണ്ട്. ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ കാർ പോർച്ച് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? മൊത്തത്തിൽ 5 കാർ പാർക്ക് ചെയ്യാം അല്ലേ? 5ഓളം കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാർ പോർച്ച് ആയിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ചെയ്തതാണല്ലേ? അതെ അതെ, നമ്മൾ ചെയ്തത് ടെൻസൈൽ സ്ട്രക്ചർ ആണത്. അത് കാൻലിവർ ഇതിലാണ് ചെയ്യുന്നത്. ആ ടെൻസൈൽ ആയതുകൊണ്ടാണ് അതിങ്ങനെ ഒരു കേവ്ഡ് സ്ട്രക്ചറിൽ വന്നത്. ഓക്കെ നൈസ്. അപ്പം ഈ വീട് നോക്കാം. വീടിന്റെ മുകളിൽ സ്ലോ പ്രൂഫിംഗ് ആയിട്ടുള്ള 2 പാർട്ട് വന്നിട്ടുണ്ട്. അത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളോട് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന്റെ കൂടെ ഒരു ഫ്രണ്ട് ഫസാഡിൽ കുറച്ച് ഗ്ലാസ് ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ്, വലിയ വിൻഡോസ് കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ മെയിനൊരു ചലഞ്ച് നമുക്ക് വന്നത് ഇത് സൗത്ത് ഫേസിങ് ആയതുകൊണ്ട് അതിൻ്റെ ചൂട് കാര്യങ്ങൾ. അപ്പോൾ അതിന് അനുസരിച്ച് ഗ്ലാസ് ചെയ്തപ്പോഴാണെങ്കിലും നമ്മളത് കൂടുതലും ഹീറ്റ് അകത്തോട്ട് കടത്തി വിടാത്ത ഗ്ലാസ്സുകളാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തേക്കുന്നത്. പെർഫോമൻസ് ഗ്ലാസ്സുകളാണ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഒരു പ്രധാന ഒരു ഘടകമാണ് ഇതിൻ്റെ. അതിൽ ഇത് ഫേസ് ചെയ്യുന്നത് സൗത്ത് ആയതുകൊണ്ട് ഈ കർട്ടൻ പ്ലാന്റ് ആക്ച്വലി നമ്മളൊരു വെയിലൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊടുത്തതാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട്. അപ്പോൾ നമുക്കൊരു മൂലയ്ക്ക് നിന്ന് തുടങ്ങാം അല്ലേ? ഇവിടെ കുറേ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് സ്പേസ് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തൊരു പോർഷനാണ്. ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് മെയിനായിട്ട് ഇവർക്ക് ഇപ്പോൾ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങും പാർട്ടിയും എല്ലാം വരുമ്പോഴും ആൾക്കാർക്കൊട്ടും കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യരുത് എന്നായിരുന്നു ഫസ്റ്റ് ഒരു പോയിന്റ് അവർ പറഞ്ഞിരുന്നത്. അതിന്റെ കൂടെ തന്നെ കുറെ ഗ്രീൻ സ്പേസ് അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യണം എന്നും കൂടെ പറഞ്ഞിരുന്നു. കുറേ പ്ലാന്റുകളുടെ ഒരു കൂട്ടം അല്ലേ? അതെ അതെ. 2 സൈഡിലും സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. യെസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന മെയിൻ ഡോർ തന്നെയാണ്. ഒരു പിവറ്റഡ് മെയിൻ ഡോർ ഇതാണ് കൊടുത്തേക്കുന്നത്. ഹിഞ്ചസിലല്ല, പിവറ്റിലാണ് അത് ഹോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നില്ലേ? വലിയ ഡോറാണ്. സാധാരണ വലിപ്പം തോന്നുന്ന ഡോറാണ്. 1.8 meters ആണ് വീതി വരുന്നത്. ഹൈറ്റ് ആണെങ്കിൽ 2.4 meters വരുന്നുണ്ട്.
എല്ലാ പ്രവേശന കവാടങ്ങളും, അതായത് വീടിന്റെ ഓരോ ഭാഗത്തേക്ക് പോകുന്ന അല്ലേ ആ ഏരിയ ഭയങ്കര വലിപ്പത്തിലാണ്, സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. അതെ അപ്പൊ ഒരു വിശാലത കൂടുതൽ തോന്നും, ഒരു കുറെ ഓപ്പൺ സ്പേസ് ഉള്ള പോലെയും തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലിവിംഗ് സ്പേസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇത് ആക്ച്വലി ഇതൊരു ഫയർ സ്പേസ് ആണ്. ഫയർ സ്പേസ് എന്നാണ് നമ്മൾ ഇനി ലിവിങ്ങിലോട്ടും ഫാമിലി ലിവിങ്ങിലോട്ടും പോകുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരു അല്ലെങ്കിൽ മൊത്തത്തിൽ കാണുന്ന ഒരു വിശാലത ഫീൽ ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത്രത്തോളം വിശാലമായിട്ടൊരു സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ആ പടം കൊടുത്തിട്ടുള്ള ഒരു ഊഞ്ഞാൽ മാത്രമാണ്. അതെ, ആ ഊഞ്ഞാലിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഒരു സ്പേസും. ഈ വീട്ടിലിപ്പം ഒരുപാട് ആളുകളുടെ ഒരു പ്രയറൊക്കെ നടക്കുവാണെങ്കിൽ ഇത് വലിയൊരു പള്ളിയുടെ അൾത്താരകളൊക്കെ ഒരു വലിയ പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു കൺസോൾ ടേബിളും ഇത്തരം കാര്യങ്ങളാണ് ആകെ ഇവിടെ വന്നിട്ടുള്ളത്. കുറെ എലമെന്റ് വരുമ്പോഴാണ് വീട് ഭംഗിയാവാന്ന് വിചാരിക്കുന്നത് മറ്റൊരു തരത്തിൽ തെറ്റിദ്ധാരണയാണ്. ഓക്കെ, അപ്പം ഇനിയാണ് നമ്മൾ ലിവിംഗ് സ്പേസിലേക്ക് പോകുന്നത് കേട്ടോ. അതും വലിയൊരു പ്രവേശന കവാടം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്, അത് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം പോലെ തോന്നുന്ന ഒരു സ്ഥലം അല്ലേ? അതെ അതെ. യെസ്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിന്റെ ലേഔട്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഫ്രണ്ട് ഇവിടെ ഒരു ഗ്ലാസ് പോർഷൻ കൊടുത്തു, അതായത് നാച്ചുറൽ ലൈറ്റ് അകത്ത് വരാനായി. ഇവിടെ ഒരു വൈകിട്ട് വരെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഈ സൺപാത്ത് നോക്കി നമ്മൾ ചെയ്തത് കൊണ്ട് സൺലൈറ്റ് ഡയറക്റ്റ് ഇതിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ സ്ലോപ്പ് പ്രൂഫിംഗ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. സ്ലോപ്പ് പ്രൂഫിംഗ് ആണ് മുകളിൽ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ നമ്മൾ സീലിംഗ് ചെയ്തേക്കാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം കുറച്ച് എലമെന്റ് വരുമ്പോഴത്തേക്കും ഒരു ഇംഗ്ലീഷ് കോട്ടേജ് സ്റ്റൈലിന്റെ ഒരു ലുക്കിലേക്ക് അതെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും കസ്റ്റം ചെയ്താണോ? ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്താ, നമ്മൾ തന്നെ കസ്റ്റം ചെയ്ത് നമ്മുടെ ഫാക്ടറി തന്നെ ചെയ്തെടുത്തതാണ്. നിങ്ങൾ തന്നെ A to Z കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അതെ 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 അതെ. 10K പ്രൊജക്ട് ആയിട്ടാണോ ചെയ്യുന്നത്? 10K പ്രൊജക്ട് ആയിട്ടും ചെയ്യുന്നുണ്ട്. ഇതിൽ ആക്ച്വലി ഇവിടുത്തെ സിവിൽ വർക്ക് മാത്രം നമ്മുടെ ഒരു കോൺട്രാക്ടറാണ് ചെയ്തത്. ബാക്കിയെല്ലാം ഇന്റീരിയറോ പിന്നെ ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ തന്നെ സപ്ലൈ ചെയ്തു. ഇപ്പൊ ഫ്ലോറിംഗ് വരാണെങ്കിൽ ത്രൂ ഔട്ട് സിംഗിൾ പാറ്റേണിലാണ് പോയിരിക്കും. അതെ അതെ. ഒരു ഗ്രേ ടോണിലാണോ? ഗ്രേ ടോൺ ആണ്. ഒരു സിമെന്റ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടെക്സ്ചർ ഉള്ള ഒരു ടൈലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഡിമോർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്, പ്രീമിയം ടൈലാണ്. ഇനി ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ കാണാനുണ്ട്. എന്താണ്? നമ്മളിവിടെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അതെന്താണ് ഇത്ര നേരം നോക്കിയിട്ട് ഞാൻ കണ്ടില്ല? കോമൺ ബാത്റൂം ഉണ്ട്. ഓ, കോമൺ വാഷ്റൂം. അതായത് ഇതിന്റെ തൊട്ട് പുറകില് ഇതിന്റെ ദപ്പുറത്താണ് അതെ നമ്മുടെ കോമൺ പൗഡർ റൂം വരും. അത് ആക്ച്വലി ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു. അതായത് പബ്ലിക് വരുമ്പോൾ അത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡർ റൂം, അകത്തോട്ട് കയറരുത്, എന്നാൽ മറ്റുള്ളവർ കാണുകയും ചെയ്തു. അതായത് കയറി വരുമ്പോൾ ഡയറക്റ്റ് കാണാൻ പറ്റാത്ത രീതിയിൽ അത് ഹൈഡ് ചെയ്തൊരു സാധനം. അപ്പോൾ അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെയാണ്. അത് നന്നായിട്ട് വർക്കൗട്ടായി. അതെ, വർക്കൗട്ടായി. ഇതാണ് ഫാമിലി ലിവിംഗ്. ഫാമിലി ലിവിംഗിൽ നിന്ന് നേരെ നമുക്ക് പുറത്തേക്ക് ഒരു കോർട്ട്യാർഡ് സ്പേസ് അതെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ യൂണിറ്റ് എല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു ഓപ്പൺ സ്പേസാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ഫോൾഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വിൻഡോയിൽ നിന്ന് ഡയറക്റ്റ് ഒരു പാസ് ത്രൂ ക്രോസ് വെന്റിലേഷൻ നടക്കും കേട്ടോ. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആണ്, സിറ്റിംഗ് സ്പേസും ആണ്. സ്റ്റോറേജ് കം സിറ്റിംഗ് ആണ്. ഇൻ കേസ് നമുക്ക് ഇത് TV യൂണിറ്റ് ആക്കണേ, TV യൂണിറ്റ് ആക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തത്. ഇവിടെ TV യൂണിറ്റ് ആക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഒരുപാടുണ്ട്, ഇഷ്ടമുള്ളിടത്ത് നോക്കാം. അതെ, വേണമെങ്കിൽ എല്ലായിടത്തും ഇരിക്കട്ടോ ഒരു TV യിൽ. നടന്നു കയറേണ്ടവർക്ക് സ്റ്റെയർ ഉണ്ട്. തൊട്ടിപ്പുറത്ത് ഒരു ലിഫ്റ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ 2 സ്റ്റോറി വീടാണ്. 2 സ്റ്റോറിയാണ്. പക്ഷേ ഇതിന്റെ ടോപ്പ് സ്ലോപ്പ് ആയതുകൊണ്ട് അതിന്റെ ആറ്റിക് സ്പേസ് നമുക്കൊരു പാർട്ടി ഏരിയ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ലിഫ്റ്റ് നമുക്ക് സെക്കൻഡ് ഫ്ലോർ വരെ ആക്സസ് കിട്ടുന്നത്. ഓക്കെ, കൊള്ളാം. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അടിപൊളി ഒരു ഡൈനിങ് സ്പേസ്, വളരെ പ്രീമിയം ലുക്കിൽ. ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ലൈറ്റിംഗ് ഒക്കെ മാറി. ആ ലൈറ്റിംഗ് മാറാൻ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ആ കേർട്ടൺ കൊടുത്തിരിക്കുന്നത്. കേർട്ടൺ അത് നല്ല രസമായിട്ടുണ്ട്. അവിടെ നിന്ന് ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഒരു ക്രിയേറ്റീവ് വാം ഫീല്. ആക്ച്വലി ഈ വീടിന്റെ ഒരു ഫേവറേറ്റ് സ്പേസ് ആണ് ഇത്. എനിക്കും ഈ കർട്ടൻ മാറ്റുമ്പോഴാണ് അതിന്റെ മാജിക് കാണുന്നത്. തീർച്ചയായിട്ടും ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ അവിടെ നമുക്ക് മാറ്റാം അല്ലേ? അതെ. ഏത് സ്വിച്ച് ആണ്? താഴോട്ടുള്ള ഒറ്റ ക്ലിക്കിൽ നമുക്ക് കേട്ടൻ മാറി. പിന്നെ ഇവിടെ നോക്കിക്കോ, ഇവിടുത്തെ ആംബിയൻസ് എൻ്റെ കയ്യിൽ മാറാൻ പോകട്ടോ. ഇപ്പോൾ ഇച്ചിരി സൺ ലൈറ്റൊക്കെ ഇങ്ങനെ വന്നു അല്ലെ, അതിൻ്റെ പാച്ചൊക്കെ കാണാൻ തുടങ്ങി. അതെ, ഇപ്പോൾ കുറച്ച് വെളിച്ചോ കുറഞ്ഞ ഒരു അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തുറന്നിട്ടാൽ മതി. അതെ, അത് എവിടെ വരെ കിട്ടുമെന്ന് അറിയോ? അങ്ങ് അടുക്കള വരെ, അതായത് കിച്ചൺ വരെ നമുക്ക് ഈ ലൈറ്റ്, ഈ വീട് മൊത്തം വിലിറ്റ് ചെയ്യണ ഇതില്ല. അതെ അതെ അതെ. ഈ വിൻഡോയുടെ മെയിൻ ഹൈലൈറ്റ് ഈ നമ്മൾ ഡിസൈൻ ചെയ്ത ഗ്രിൽ പാറ്റേൺ ആണ്. ഇത് നിങ്ങൾ തന്നെ ചെയ്താണോ? അതെ, ഇത് നമ്മൾ തന്നെ ചെയ്ത് കസ്റ്റം ഡിസൈനാണ്. നമ്മൾ തന്നെ ലൈൻ ഡ്രോയിങ് കൊടുത്ത് ലൈക്ക് വെൻഡറെ കൊണ്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് മെഷർമെന്റ് എടുത്ത് ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. ആക്ച്വലി നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്ര സക്സസ് ആവുമോ എന്നുള്ളത് തന്നെ. ഓക്കെ, അതിന്റെ ഒരു നിഴലാണ് വീടിന്റെ ഉള്ളിൽ വരിക. അതെ അതെ, ആ പാറ്റേൺ നിലത്തോടെ ഇങ്ങനെ. അപ്പോൾ നമുക്കത് തൽക്കാലം ക്ലോസ് ചെയ്യാം.
നമ്മുടെ ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ നമ്മുടെ ഡൈനിങ് സ്പേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അതേ എലഗൻസ് ഇങ്ങോട്ട് എടുത്ത് വെച്ചു. നേരെ ഇങ്ങോട്ട് ഇത് ശരിക്കും ഒരു വർക്കിംഗ് കിച്ചൺ അല്ല അല്ലേ? വർക്കിംഗ് കിച്ചൺ ഇതിന്റെ പുറകിലുണ്ട്. ഇതൊരു ഷോ കിച്ചൺ. ഇതൊരു ഷോ കിച്ചൺ, ചെറുതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കിച്ചൺ. അതിന്റെ കൂടെ തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് നല്ല വിശാലമായി നൽകിയിട്ടുണ്ട്. അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ. പിന്നെ കിച്ചൺ നല്ല കുറെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്താണ് നമ്മുടെ മെയിൻ കിച്ചൺ വരുന്നത്. ഇതിലും വിശാലമായ ഒരു ഇതിലും വലിയ കിച്ചൺ ആണ്. ഈ കിച്ചണിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വ്യൂ വരുന്നത് നമ്മുടെ പാഷ്യോ ഏരിയയിലേക്കാണ്. ഗ്രീനറി ഒക്കെ കണ്ട്, അതായത് കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു മടുപ്പ് വന്നരുത്. ഇവിടുത്തെ ആന്റിക്ക് ആക്ച്വലി ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എല്ലായിടത്തും ചെടി വേണമെന്നാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിലും ചെടി കാണണം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓ, ആളുടെ പേര് ലവ്ലി എന്നാണ്. ആളും ഒരു ലവ്ലി പേഴ്സൺ ആണ്. ഒരു കാണാത്തോണ്ടൊരു മിസ്സിംഗ് ഉണ്ട് ഈ ഏരിയയില്. ശരിക്കും ബെഡ്റൂം സെക്ഷനിലോട്ട് പോകുന്നത് ഒരു വിശാലമായ ഡോർ കിടന്നിട്ടാണ്. ശരിക്കും 5 ബെഡ്റൂം ആണ് ഈ വീട്ടില്. 5 ബെഡ്റൂം ആണ്, 2 താഴെ 3 മേളില്. അപ്പൊ 2 ബെഡ്റൂമിന്റെ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഡൈനിങ് സ്പേസിന്റെ ഇപ്പുറത്താണ് അത് വരുന്നത്. സ്വാഭാവികമായും ഇവിടെ വരുന്ന ഒരു സ്പേസ് നമ്മുടെ ഇവിടെ ഒരു കോമൺ വാഷ്റൂം ചെയ്തിട്ടുണ്ട്. ആ കോമൺ വാഷ്റൂമിന്റെ 2 അറ്റത്തുനിന്ന് 2 ബെഡ്റൂമിലോട്ട് കിടക്കുന്നു. ഏത് ബെഡ്റൂമിൽ ആദ്യം പോകുന്നു? നമുക്ക് ഈ ബെഡ്റൂമിലോട്ട് തന്നെ വെക്കാം. ഓക്കെ. നമ്മുടെ വീട് പോലെ തന്നെ മിനിമൽ ആയിട്ടാണ് എല്ലാത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. അതായത് മൂവബിൾ ഫർണിച്ചേഴ്സ് ആണ് എല്ലായിടത്തും കൊടുത്തേക്കുന്നത്. എല്ലാം ടീക്കൂട്ടി തന്നെ ചെയ്ത് കസ്റ്റം ചെയ്ത് എടുത്തേക്കുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു വാർഡ്രോബ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വാർഡ്രോബ് സ്പേസ് ആട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത്. ചെറുത് കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം ഇവിടെയുണ്ട്. വാർഡ്രോബ്സിനൊന്നും ഒരു പഞ്ഞമില്ല ഈ വീട്ടില്. ഈ വീട്ടില് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ കഷ്ടപ്പെട്ട് നിന്നോണ്ടിരുന്ന പോലെ തോന്നുന്നു അല്ലേ? വീട് വെക്കുമ്പോ മാക്സിമം ഇതും ഒരു ക്ലയന്റ് റിക്വയർമെന്റ് ആണോ? സ്ഥലം കുറഞ്ഞു പോകരുത്. അയ്യോ, ഞാൻ ഈ റൂമിലോട്ട് കയറിയപ്പോ തന്നെ ആലോചിച്ചു, ഇത്രയും ഭാഗം ഇവിടെ ശരിക്കും ഫ്രീ ആയിട്ട് കിടക്കാം. ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് ഇതിന്റെ ഭംഗി. ശരിക്കും സാധാരണ എല്ലാവരും ബെഡ്റൂംസ് ഒക്കെ ഭയങ്കര കുഞ്ഞാക്കി വെക്കും, പക്ഷെ ഇത് നല്ല വിശാലമായ ബെഡ്റൂം. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ഡ്രസ്സിംഗ് പോകുന്നു. ഡ്രസ്സിംഗിന്റെ അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ ഒരു ശരിക്കൊരു സ്റ്റഡി ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അത് ഇൻബിൽഡ് ആയിട്ടുള്ള ടേബിൾ. അപ്പൊ അടുത്ത 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് സ്വാഗതം. ഇവിടുത്തെ പ്രത്യേകത അതേ ബെഡ്റൂമിന്റെ അതേ പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ. വിശാലത എല്ലായിടത്തും ഉണ്ട്. സ്റ്റോറേജ് എല്ലായിടത്തും സുലഭമായിട്ടുണ്ട്. ഇവിടെ ഒരു നിലക്കണ്ണാടി ഉണ്ട് അല്ലേ? അതെ. വേറെ അഡീഷണലി എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ നൽകി. ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, അതിലൂടെ തന്നെ കബോർഡ്സ് ഉണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ അല്ലേ? ആക്ച്വലി ലൈറ്റ് കിട്ടാനും പിന്നെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒരു വ്യൂ ആണ് ലൈക്ക് പാഷ്യോ സ്പേസിലേക്ക്. ഇവിടെ നമ്മൾ താഴെ കണ്ടുള്ള പാഷ്യോ സ്പേസ് അങ്ങോട്ടേക്കുള്ള ഈ ഒരു സ്ട്രക്ചർ ശരിക്കും നമ്മുടെ ബിൽഡിംഗ് പ്രോജക്ട് കാൻലിവർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക്, അപ്പർ ലിവിംഗ് എന്നാണ് വിളിക്കുക. അതെ, അപ്പർ ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലൈബ്രറി സ്പേസ് വന്നിട്ടുണ്ട്, ഒരു സീറ്റിംഗ് സ്പേസ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഭാവിയിൽ ഒരു TV യൂണിറ്റ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലേ? അതെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വീട്ടിൽ TV വെക്കാം. അവിടുന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പല ബെഡ്റൂമുകളിലേക്കും പിന്നെ മെയിൻ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നു അല്ലേ? പാർട്ടി ഏരിയ ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ താഴേക്ക് നോക്കി നമ്മുടെ ഡൈനിങ് സ്പേസ്, നമ്മുടെ ഡബിൾ ഹൈറ്റ് ഡൈനിങ് സ്പേസ്, വലിയ കേർട്ടൻ, അതൊക്കെ തുറന്നിട്ടാൽ സൂപ്പർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേർട്ടൻ. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ കപ്പുറത്ത് പോലത്തെ കെട്ടിട്ട് 3 ഹാങ് ലൈറ്റും ഉണ്ട്. അങ്ങനെയല്ല, എന്നാലും കാണാൻ നല്ല രസമുള്ള ഒരു വെറൈറ്റി ഡിസൈൻ. ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്താണോ? ഇതല്ല നമ്മൾ സെലക്ട് ചെയ്തത്. നൈസ്, കൊള്ളാം. ഹാങ്ങിങ് ലൈറ്റുകൾക്ക് നല്ല പ്രാധാന്യം വീട്ടിൽ പലയിടത്തും ഉണ്ട്. നമ്മൾ കൂടുതലും ആ ലൈറ്റ് ഫോക്കസ് ചെയ്ത് ഓരോ സ്പേസ് ഫോക്കസ് ചെയ്ത്, അങ്ങനെ ഒത്തിരി ലൈറ്റ് ആയാലും പ്രശ്നമാണ്, ഒത്തിരി കുറഞ്ഞു പോയാലും ആ ഒരു പ്രോപ്പർ ഇതിൽ വളരെ ഡീസെന്റ് ആയിട്ട് സെറ്റിൽ ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. നൈസ്. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ താഴെ കണ്ട അതേ സ്ട്രക്ചർ, താഴെ എന്ന് പറയുന്നത് ഹാൻഡ് വാഷ് ഏരിയ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു അയണിങ് സ്പേസ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം അയൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കോമൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. താഴത്തെ സെയിം സ്ട്രക്ചർ, ഫാമിലി ഫോട്ടോസ് ഉണ്ട്. ഇവിടുത്തെ അങ്കിളും ആന്റിയാണ്. അവർ ടൂറിലാണ്, അതുകൊണ്ടാണ് നമുക്ക് അവരെ കാണാൻ പറ്റാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഇവിടുത്തെ ബെഡ്റൂമുകൾ കാണാം അല്ലേ? സെയിം സ്ട്രക്ചർ തന്നെയാണ് ബെഡ്റൂമുകളൊക്കെ വന്നിരിക്കുന്നത്. അതെ, സെയിം സ്ട്രക്ചർ, താഴത്തെ അതേ സെയിം സ്ട്രക്ചർ തന്നെയാണ്. പിന്നെ കളർ പാറ്റേണും പിന്നെ ഹെഡ് ബോർഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ബാക്കിയെല്ലാം സെയിം. ഫർണിച്ചേഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഓൾ ഓവർ ബാക്കിയെല്ലാം സെയിം, എല്ലാം സെയിം ആണ്. ഇവിടെ വലിയ വാർഡ്രോബ് സ്പേസ്, ഈ വീട്ടിൽ എത്ര നിറച്ചാലും നിറയാത്ത കുറെ വാർഡ്രോബ് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു വാക്കിംഗ് വാർഡ്രോബ് സ്പേസ് വരുന്നുണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെയുള്ള സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാണ്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് പിന്നെ ഒരു ബാൽക്കണി എക്സ്ട്രാ ഉണ്ട്, ബാൽക്കണി ആഡ് ഓൺ ബാൽക്കണി ഉണ്ട്. കൊള്ളാം. ഒരു വലിയ മിറർ ഉണ്ട്, പോർട്ടബിൾ ആണ്. അതെ, യെസ്. പിന്നെ ഒരു വലിയ കസേര. അതെ, അയ്യോ
എന്താണെന്നൊക്കെ ആ രാജകീയ പ്രൗഢിയോടുകൂടി ഇരിക്കാൻ പറ്റിയിട്ടുള്ള വലിയൊരു കസേര. എറണാകുളം സുഭാഷ് പാർക്കിൽ ഇതുപോലെ വലിയൊരു കസേര കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്ത് കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഉള്ളൊരു ബാൽക്കണി സ്പേസ് ആണ്. അവിടെ നമ്മുടെ ചെറിയൊരു തോട്ടമൊക്കെ കാണുന്നില്ല അപ്പറേ, അത് കാണാൻ പറ്റുന്ന അപ്പുറത്തെ പറമ്പാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തുറക്കണ്ട. പിന്നെ നമ്മുടെ വാക്കിംഗ് വാർഡ്രോബ് സ്പേസ് ഇവിടെ വരുന്നു. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം എല്ലാം ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇവിടെ ഇരിക്കുന്നത്. എല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്, പക്ഷേ സെയിം സ്ട്രക്ചറാണ് വരുന്നത്. യെസ്, അപ്പം ബെഡ്റൂമുകൾ നാളെ നമ്മൾ കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ ബെഡ്റൂമും മെയിൻ ഏരിയ അങ്ങോട്ടേക്ക് പോവാം. വാ, കമോൺ എവരിബഡി. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫേസിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീട്ടിലെ കുട്ടി ഡാഡി മമ്മി ടൂർ പോയി തക്കം നോക്കി ഇവിടെ ഇരിക്കുകയാണ്. യെസ്, ആശിഷ് ബ്രോ, നമസ്കാരം. എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്രയും പൊക്കമുണ്ട്. അപ്പൊ ഇത്രയും വലിയ വാതിലുകളൊക്കെ എങ്ങനെയാ വന്നതെന്നുള്ളതിന്റെ ഒരു റീസൺ ആണ് അല്ലേ? അങ്ങനെ മോനെ നോക്കിയിട്ടാ പോണെന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഇല്ലാത്തോടെ നടക്കണ്ടല്ലേ. ഓബിയസ്ലി തലയൊന്നും തട്ടാതെ തന്നെ എനിക്ക് വിശാലമായിട്ട് ഫ്രീ ആയിട്ട് വേണ്ട നടക്കാനായിട്ട്. അതിന്റെ ഒരു ആസ്പെക്ട് ആണ്. ആശിഷ് ബ്രോ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ MBA കഴിഞ്ഞിട്ട് പുറത്തോട്ടേക്ക് പോകാനായിട്ടുള്ള നീക്കുപോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. യെസ്, അപ്പൊ ആശിഷ് ബ്രോ മാത്രമുള്ള വീട്ടിൽ നമുക്ക് ഫുൾ ഫാമിലിനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ അല്ല, നമുക്കൊരു ചെറിയ ബാർ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ചെറിയൊരു പാർട്ടി ഏരിയ ഒബിയസ്ലി. അപ്പം ആശിഷ് ബ്രോയുടെ റൂം ഇവിടെയാണ് വരുന്നത്. അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതില് കുറച്ച് എന്റേതായ ഒരു പേഴ്സണൽ എലമെന്റ്സ് എല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വന്നപ്പം ഫ്ലോറിങ് തൊട്ട് കുറെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? സാധാരണ ഒരു ഫ്ലോറിങ് അല്ല ചെയ്തിരിക്കുന്നത്. ഇത് എന്തുവാ? ആക്ച്വലി ഇത് ടൈല് തന്നെയാണ്, പക്ഷെ ആശിഷിന്റെ ഇതനുസരിച്ച് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ പല പല ആംഗിളിൽ നോക്കുമ്പോൾ പല പല കളറ് ലെയർ ചെയ്ത് ഹിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു റിഫ്ലക്ട് ചെയ്യുന്നല്ലേ? മൊത്തത്തിലൊരു കിളിപോയ നോക്കുമ്പോ ഒരു ഡാർക്ക് തീമിലാ ആശിഷിന്റെ റൂം വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള തീമിൽ ഇഷ്ടപ്പെടുന്ന ആളാന്ന് തോന്നുന്നല്ലേ? ഭയങ്കര ബ്രൈറ്റ് ആയിട്ടൊന്നും കുറച്ചൊരു ഡാർക്കിനെസ് വേണമായിരുന്നു തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടൈലോട്ടും വന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ബ്രോ നമ്മുടെ വാഷ്റൂം, നമ്മുടെ ഒരു ചേഞ്ചിങ് ഏരിയ, ഡ്രസ്സിംഗ് റൂം പോലത്തെ ഒരു സാധനവും. പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പം വാഷ്റൂം കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. വാഷ്റൂമും കുറച്ച് ഡാർക്ക് എലമെന്റ്സ് ആണ്. ബ്ലാക്കിനോട് ഒരു ഇതുള്ളതുകൊണ്ട് ഫുള്ള് ടൈലും ബ്ലാക്ക് തന്നെ ആക്കിയേക്കുന്നത്. ഇട്ടിരിക്കുന്ന ഡ്രസ്സും ബ്ലാക്ക് ആണ്. അപ്പൊ മനസ്സിലായി. നൈസ്. ഇവിടുന്ന് നമുക്ക് ഓപ്പൺ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, ഇവിടെ നമുക്കൊരു ബാൽക്കണിയിലോട്ട് നമുക്ക് എക്സിറ്റ്, അതും ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം. ഇതാണ് നമ്മൾ പുറമേ നിന്ന് കാണുന്ന ആ സ്ലോ പ്രൂഫിംഗ് വരുന്ന ആ ഭാഗം അല്ലേ, ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇതൊക്കെ പെർഫോമൻസ് ക്ലാസ്സുകളാണോ ചെയ്തിരിക്കുന്നത്? യെസ്. അപ്പൊ ഈ വലിയ ലൈറ്റിന്റെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, നൈസ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കിയാലോ? നമ്മുടെ എക്സിറ്റ് വരുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശിഷിനാണ് ഈ വീട്ടിൽ ലാഭം. കുറച്ചുകൂടെ സ്പേസ് അധികം ഉണ്ടല്ലേ? നമുക്ക് റൂമിന് പുറത്തേക്കും കൂടെ കിട്ടുന്ന. ഇവിടുന്ന് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം, കർട്ടൻ പ്ലാന്റ്സ് എല്ലാം മുളയ്ക്കുന്ന ഭാഗമാണ് ഇവിടുന്ന്. പിന്നെ ചെറിയൊരു സ്ലോ പ്രൂഫിങ്, ഒരു ഫ്രെയിം ഒരു പോർഷൻ ഇത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ പോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം ഒരു ചെറിയ ഗെയിമൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേഷ്യസ്. ഇവിടെ ഞങ്ങളൊരു സീറ്റിംഗ് ഏരിയ പോലെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ പറഞ്ഞ സെറ്റ് ചെയ്താലോ ഒന്ന്, വൈകിട്ടൊക്കെ കാഷ്വലായിട്ട് വന്നിരിക്കാനും ഒരു ഗ്യാതറിംഗ് സ്പേസ് ആയിട്ട് കൂടെ സ്പോട്ടായിട്ട്. നിങ്ങൾ കുടുംബക്കാർ എത്ര പേര് വന്നാലും വിഷയമില്ല, ഒരു വിഷയമില്ല. ആശിഷ് ബ്രോ, നിങ്ങൾ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണെന്നാണ് പറഞ്ഞത്. ആ ഒരു കൺജഷൻ, ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ നിന്ന് ഇത്ര ഒരു സ്പേസിലേക്ക് മാറിയപ്പോൾ കുറെ കൂടെ വളരെ ഫ്രീഡം തുറന്ന് കിട്ടിയിരുന്നു. അത് ഓബിയസ്ലി അരി കൂട്ടി നിറക്കി വിട്ട കോഴീനെ പോലെയായിരുന്നു. അപ്പൊ കിട്ടിയ ഒരു ഫ്രീഡം എന്ന് പറയുന്ന വല്ലാത്തൊരു ഫ്രീഡം. അതിപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇല്ല, എവറി ഡേ എവറി മിനിറ്റ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, 4 ഭിത്തിയാണ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നത്. അതിനപ്പുറം ഒരു വേറൊരു സ്പേസ് ഇല്ല. സ്വർഗം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ബി യു എന്നുള്ളൊരു സാധനം ഉണ്ട്. അതായത് ഒച്ചത്തി യെല്ല് ചെയ്യണേ യെല്ല് ചെയ്യാം, യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. ആരും ജഡ്ജ് ചെയ്യാനോ ആരുടെയും കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ല. മറ്റേടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് സൊസൈറ്റിയുടേതായ കുറച്ച് റൂൾസും നോംസ് ഒക്കെ ഉണ്ട്. ഇവിടെ ആ വക കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. യെസ്, ആ മുഖത്ത് തന്നെ കാണാൻ സന്തോഷം. ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകം. അഴിച്ചുവിട്ട കോഴിനെ പോലെ എന്നൊക്കെ പറഞ്ഞു. കോഴിയാണോ? ഓക്കെ, അപ്പൊ ഇതാണ് ആശിഷിന്റെ വീട്, അല്ലെങ്കിൽ ലവ്ലീസ് കോട്ടേജ് അല്ലേ? ലവ്ലീസ് കോട്ടേജ്. നൈസ് ഹോം ബ്രോ, അടിപൊളി. അപ്പോൾ 6000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വിശാലമായിട്ടുള്ള ആ വീട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ലവ്ലീസ് കോട്ടേജ്.
കോട്ടേജ്, ലവ്ലീസ് കോട്ടേജ് നന്നായിട്ടുണ്ട്. അവരോട് പറയട്ടോ, പാരൻസിനോട് അന്വേഷണം പറയാം. ഉറപ്പായിട്ടും പറയാം. അടിപൊളി, നൈസ് ആയിരുന്നു കേട്ടോ. നല്ല എല്ലാവരും കൂടെ വേണമായിരുന്നു വീഡിയോ, നല്ല വൈബായിരുന്നു. ഇപ്പോൾ ഹോം മേക്ക് ഡിസൈൻ സ്റ്റുഡിയോ, ഈ കപ്പിൾസാണ് ഈ വീട് ചെയ്ത്, അതിമനോഹരമായിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്, സൂപ്പർ, നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അപ്പം ഹോം മേക്ക് ഡിസൈൻ സ്റ്റുഡിയോൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഇടങ്ങളുള്ള വീടുകൾ പണിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് കേട്ടോ. ആശിഷ് ബ്രോ എവിടെയൊക്കെ പോകാണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, പാവം. അരമണിക്കൂർ മുമ്പേ പുറപ്പെടേണ്ടതായിരുന്നു, ലേറ്റ് ആയി പോയി. അപ്പോൾ താങ്ക് യു കേട്ടോ, നല്ല വീടാണ്, അടിപൊളിയായിട്ട് നിൽക്കട്ടെ. അപ്പോൾ എല്ലാ കാര്യവും നടക്കട്ടെ, സെറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ചെറിയൊരു ബൈ പറഞ്ഞാൽ വീഡിയോയിൽ. ബൈ.